വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ഗോട്ട് ഫിലിം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം ഈ സിനിമയുടെ അവസാന രംഗത്തിലുള്ള ആ സീനുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സസ്പെൻസ് പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. അതേസമയം ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ അവസാന രംഗങ്ങൾ അതേപോലെ ഇതിൻ്റെ കഥയൊക്കെ ശരിക്കും മനസ്സിലാകാത്തവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ആദ്യം ഈ സിനിമ ഒറ്റയ്ക്കാണ് പോയി കണ്ടത്. അപ്പോൾ കണ്ടിട്ട് അവസാന എൻഡ് സ്ക്രീനിൽ ആ ടൈറ്റിലൊക്കെ വരുമല്ലോ, വരുന്ന സമയത്ത് തന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവിടുന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ 2 വിജയികൾ വന്ന് നിൽക്കുന്നതായി കണ്ടു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ശരിക്കും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ അവസാന ഭാഗം എന്താണെന്ന് ശരിക്കും മനസ്സിലായിരുന്നില്ല. പിന്നീട് ഞാൻ ഫാമിലി ആയിട്ട് ഈ സിനിമ ഒന്നുകൂടി കാണാൻ പോയിരുന്നു. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വശങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പ്രൂഫ് സഹിതം കാണിക്കാം. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം. അപ്പോൾ ഈ സിനിമയുടെ അവസാന രംഗം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഈ സിനിമയിലെ അച്ഛൻ ക്യാരക്ടറായ ഗാന്ധിയാണ്. ഗാന്ധിയെ ഒരാൾ വെടിവെക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ആ വെടിവെക്കുന്ന ആൾ ആ ചിത്രത്തെ കയ്യിലെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാരാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആ വെടിവെക്കുന്നത് ആരാണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്യാരക്ടറാണ് ആ ചിത്രത്തെ വെടിവെച്ചത്. അപ്പോൾ ഈ സിനിമയിലുടനീളം ജീവൻ എന്നൊരു ക്യാരക്ടർ, അതായത് ഗാന്ധിയുടെ മകനായ ജീവൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ ഗാന്ധി തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതിനുശേഷവും അതേ ജീവൻ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നല്ലോ എന്ന് പലർക്കും സംശയമുണ്ടാവും. ശരിക്ക് ഈ നിൽക്കുന്നത് ജീവൻ ക്യാരക്ടറല്ല, യഥാർത്ഥത്തിലുള്ള ജീവൻ ക്യാരക്ടർ ഇതാ ഇപ്പോൾ ഇവിടെ വരും. അതൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ ക്ലീൻ ഷേവായിട്ട് ഓറഞ്ച് കോട്ട് ഇട്ടിട്ട് ഒരു വിജയ് വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ജീവൻ എന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടറിനെ ഈ സിനിമയിലെ വില്ലനായ മോഹൻ ഗാന്ധിയുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയി തൻ്റെ മരണപ്പെട്ടു പോയ സഞ്ജയ് എന്ന പേര് തന്നെ വിളിച്ചുകൊണ്ടാണ് ഈ ജീവൻ ക്യാരക്ടറിനെ വളർത്തിയത്. യഥാർത്ഥ വില്ലൻ്റെ ഈ സിനിമയിലെ ക്യാരക്ടർ നെയിം മേനൻ എന്നാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിലുള്ള പേരാണ് മോഹൻ. ഞാനിവിടെ മോഹൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പഴയകാല നായകനാണ് അദ്ദേഹം. ഈ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന 2 വിജയികളും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ ഓറഞ്ച് കോട്ടിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന യഥാർത്ഥത്തിലുള്ള ജീവൻ, അതായത് വില്ലനായ മോഹൻ തൻ്റെ മരിച്ചുപോയ മകനായ സഞ്ജയുടെ പേര് തന്നെ വിളിച്ച് വളർത്തിയ ആ യഥാർത്ഥത്തിലുള്ള ജീവൻ ഈ സിനിമയിൽ ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സയൻറ്റിസ്റ്റായ സഞ്ജയ് എന്ന് വിളിക്കപ്പെടുന്ന യഥാർത്ഥ ജീവൻ നേരത്തെ ഈ സിനിമയിലുടനീളം ഉണ്ടായിരുന്ന ജീവൻ എന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അതിനെ ക്ലോണിലൂടെ സൃഷ്ടിച്ചിട്ടാണ് ഈ സിനിമയിലെ അച്ഛൻ ക്യാരക്ടറായ ഗാന്ധി എന്ന വിജയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഗാന്ധി ആ ക്യാരക്ടറിനെ വെടിവെച്ച് കൊന്നപ്പോൾ അത് അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അത് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള ജീവൻ വീണ്ടും ഒരു ക്ലോണിനെ സൃഷ്ടിച്ചതാണ് ഇടത് ഭാഗത്ത് ബ്രൗൺ കോട്ട് ഇട്ട് നിൽക്കുന്ന ആ വിജയുടെ ക്യാരക്ടർ. അപ്പോൾ ഒരു ക്ലോൺ മരിച്ചപ്പോൾ വീണ്ടും യഥാർത്ഥ ജീവൻ ഇവിടെ തൻ്റെ തന്നെ മറ്റൊരു ക്ലോണിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് ഇപ്പോൾ സംസാരിച്ചതെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം.
അതായത് യഥാർത്ഥ ജീവൻ ആ ക്ലോണായ ജീവനോട് പറയുന്നത് യു ആർ ഗുഡ് ടു ഗോ ജീവൻ എന്നാണ്. അതായത് വീണ്ടും പുതിയ ക്ലോണിനെ ഗാന്ധി ക്യാരക്ടറിൻ്റെ അടുത്ത് ഗാന്ധിയെ കൊല്ലാനും അവരുടെ പ്ലാനൊക്കെ ചെയ്യാനും വേണ്ടി രണ്ടാം ഭാഗത്തിൽ അയക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നീ ഇനി അങ്ങോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്രൗൺ കളർ കോട്ടിട്ട ആ ക്ലോണായ ജീവൻ എന്താണ് സഞ്ജയോട് പറയുന്നത്? സഞ്ജയ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവൻ. അപ്പോൾ ജീവനോട് പറയുന്നത് ഞാൻ എപ്പോണ് സൊല്ലുങ്ക സഞ്ജയ് എന്നാണ്. അതായത് ഞാൻ എപ്പോൾ പോകണമെന്ന് പറ സഞ്ജയ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ സിനിമയിൽ യഥാർത്ഥ ജീവനാണ് ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. അങ്ങേരെ സഞ്ജയ് എന്നാണ് ഈ വില്ലൻ്റെ ഭാഗത്തിലുള്ള ക്ലോണും അതേപോലെ മോഹൻ ഈ യഥാർത്ഥ വില്ലനുമൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിൽ ഈ ഇപ്പോൾ പുതിയതായി സൃഷ്ടിച്ചിരിക്കുന്ന ക്ലോണായിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പം യഥാർത്ഥ ജീവൻ ക്ലോണായ ജീവനോട് കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ക്ലോണിനെ ഈ യഥാർത്ഥ ജീവൻ സൃഷ്ടിക്കുന്നതെന്ന് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം. ഇപ്പം ഇവിടെ കമ്പ്യൂട്ടർ മോണിറ്ററിലൊക്കെ പുതിയൊരു ക്ലോണിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ ക്ലോണിംഗ് 73% ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നു, ക്രിയേറ്റ് ആയതായി കാണിക്കുന്നു. ഇനി ബാക്കി കൂടി 100%-ലേക്ക് എത്താനുണ്ട്. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലോണിംഗ് എന്നതിൻ്റെ നേരെ താഴെയായിട്ട് ജീവൻ 03 എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നേരത്തെ ഈ സിനിമയിലുടനീളം ഉണ്ടായിരുന്ന ജീവൻ ക്യാരക്ടർ ഒരു ക്ലോണ്, പിന്നെ ഇപ്പോൾ ഗാന്ധിയുടെ ആ ഒരു ക്യാരക്ടറിനെ ചിത്രത്തെ വെടിവെച്ച് കൊണ്ട് നിന്നിരുന്നത് മറ്റൊരു ക്ലോണ്. അതുകൂടാതെ മറ്റൊരു ക്ലോണിനെ കൂടി ഇവിടെ യഥാർത്ഥ ജീവൻ സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാർട്ട് 2-ൽ 2 ക്ലോണുകൾ വിജയുടെ അതായത് ജീവൻ ക്യാരക്ടറിൽ 2 ക്ലോണുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അല്ലെങ്കിൽ പുറത്ത് ഇപ്പോൾ വെടിവെച്ച് കൊണ്ട് നിന്നിരുന്ന ആ പുതിയ ക്ലോൺ ഉണ്ടല്ലോ, അതിനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് ഫ്ലാഷ് ബാക്കിലൂടെ ഇത് കാണിച്ചതാകാം. അതല്ലെങ്കിൽ പുതിയൊരു ക്ലോണിനെ കൂടി സൃഷ്ടിക്കുന്നതുമാകാം. എന്തായാലും പാർട്ട് 2-ൽ നമുക്ക് എന്താണ് സത്യമെന്ന് അറിയുള്ളൂ. ചിലപ്പോൾ അതിൽ 2 ക്ലോൺ ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട ആ ഒരു ക്ലോൺ മാത്രമേ രണ്ടാം ഭാഗത്ത് വരികയുള്ളൂ. ഇപ്പോൾ യഥാർത്ഥ ജീവൻ ക്രിയേറ്റ് ചെയ്യുന്ന തൻ്റെ ആ ക്ലോണിനെ ഇവിടെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയൊന്നും ക്ലോണിനെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കാൻ കഴിയില്ല കേട്ടോ. ക്ലോണിൻ്റെ രീതി തന്നെ വേറെയാണ്. പെട്ടെന്ന് പുതിയ ക്ലോണിനെ സൃഷ്ടിച്ച് വിടാൻ സിനിമയിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് സിനിമയ്ക്ക് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാമെന്നേ ഉള്ളൂ, അല്ലാതെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ കടങ്കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറയില്ലേ, അതുപോലെ സിനിമയിലും ചോദ്യമൊന്നുമില്ല, ഒരു രസത്തിന് കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ സ്ക്രീനിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം വേഴ്സസ് ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് അച്ഛനായ ഗാന്ധി ക്യാരക്ടറിൻ്റെ ഒപ്പം യഥാർത്ഥത്തിലുള്ള ജീവൻ ക്യാരക്ടറും അങ്ങേര് സൃഷ്ടിക്കുന്ന ക്ലോണുകളും ഒക്കെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇതാണ് ഇതിൻ്റെ കഥയുടെ യാഥാർത്ഥ്യം. പക്ഷേ ഞാൻ ചില ട്വിസ്റ്റുകൾ ഇതിലുള്ളതായിട്ട് സംശയിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. ഇതിലെ യഥാർത്ഥ വില്ലൻ മോഹനാണല്ലോ. അപ്പോൾ മോഹൻ്റെ മകനായ സഞ്ജയ് ട്രെയിൻ അപകടത്തിൽ മരിക്കുന്നതായിട്ടാണ് ഇതിൽ നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ ട്രെയിൻ അപകടത്തിൻ്റെ ആ ദൃശ്യങ്ങൾ കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് മക്കൾ എവിടെയെന്ന് അവരും പൊള്ളലേറ്റ് കിടന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് അങ്ങനെ ഇരുന്ന് പൊള്ളലേറ്റ് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയും മരിച്ചു, അതേപോലെ വൈഫും മരിച്ചു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സ്ക്രീനിൽ കണ്ടതായിട്ട് അനുമാനിക്കാം. പക്ഷേ സഞ്ജയ് എവിടെ? സഞ്ജയിനെ കാണിച്ചിരുന്നോ? ഞാൻ 2 തവണ ഈ സിനിമ കണ്ടപ്പോഴും സഞ്ജയ് മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതെന്തിനാണ് അങ്ങനെ സഞ്ജയ് മരിച്ചത് കാണിക്കാത്തതെന്ന് വെച്ചാൽ, ഒരു കഥ എഴുതുന്ന ആൾക്ക് ആ കഥയെ എങ്ങനെ വേണമെങ്കിലും മാറ്റാം. അത് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നേ ഉള്ളൂ. അതായത് ഇതിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ
സഞ്ജയ് മരിച്ചിട്ടില്ല, സഞ്ജയ് ഇതിലുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സഞ്ജയിനെ വീണ്ടും കൊണ്ടുവരാൻ വേണമെങ്കിൽ, അതായത് അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്നല്ല, വേണമെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സഞ്ജയ് മരിച്ചു കിടക്കുന്നത് കാണിക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും സഞ്ജയിന് രണ്ടാം ഭാഗത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇതിൻ്റെ തിരക്കഥ എഴുതിയ വെങ്കട് പ്രഭു ഡയറക്ടറിന് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് രണ്ടാം ഭാഗം വരുമ്പോൾ അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാം ഭാഗത്തിൽ വിജയ്ക്ക് പകരം അജിത്താണ് വരാൻ പോകുന്നത് എന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നറിയില്ല. അജിത്തിനെ തന്നെ രണ്ടാം ഭാഗത്തിൽ ഇവർ ഹീറോ ആയി കൊണ്ടുവരുമോ, ഇനി വിജയ് എന്തായാലും അഭിനയിക്കില്ല, ഇനി അവസാനം വേറൊരു സിനിമ കൂടി ചെയ്തിട്ട് അദ്ദേഹം നിർത്തുകയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിജയ് വരില്ല എന്ന് വിചാരിക്കാം. ഇനി അഥവാ ആ തീരുമാനം മാറ്റി വിജയ് ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് വരണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി അല്ല അജിത്താണ് ചെയ്യുന്നതെങ്കിൽ നന്നായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.